ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് തുണി ഉണ്ടാവില്ലേ? കുട്ടികളായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കൈയൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറില്ല. ആ തുണി വേസ്റ്റ് ആവാണ് ചെയ്യാറ്. ഈ തുണി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ മാച്ചിന് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ കാണുന്നത് തുണിയുടെ നല്ല സൈഡാണ് കേട്ടോ. ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് തുണിയുടെ ഉള്ളിലത്തെ സൈഡാണ്. ഇനി ഇത് മുകളിൽ നിന്ന് താഴേക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. താഴേക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നടുക്കിലേക്കായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴേന്ന് മുകളിലേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗം നോക്കിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാൻ പോണത്. അതിനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോണ ആ ഒരു ബോയ്ക്ക് എത്ര സൈസ് വേണം നോക്കാം. ആ സൈസ് എത്ര വേണം നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഫോൾഡ് വന്ന ഭാഗമല്ല കട്ട് ചെയ്ത് മാറ്റേണ്ടത്, രണ്ട് സൈഡും കൂടിയും ചേർത്ത് വെച്ചിട്ടില്ലേ, ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇത്രയാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിത് തുന്നിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഒട്ടിക്കുകയാണ് ചെയ്യണത്. നടുക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് നടുക്കിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ നടുക്കിൽ ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ സൈഡിൽ നിന്നും നടുക്കിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തുന്നിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡും നടുക്കിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നടുക്കിൽ കൂടെ നമ്മളൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറികൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഞൊറികൾ എടുത്തതിന് ശേഷം നമ്മൾ തുന്നിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂചി നൂല് യൂസ് ചെയ്ത് നടുക്കിലായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് തുന്നി കൊടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ചെറിയ ചെറിയ ഞൊറികൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യണത്. ഈ രീതിയിൽ ഒരു 3 ഞൊറികൾ ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, എൻ്റെ ആ ഡ്രസ്സിൽ ഒരു റെഡ് കളർ വരുന്നുണ്ട്. അത് കാരണം ഞാനിവിടെ റെഡ് കളർ സാറ്റിൻ റിബൺ യൂസ് ചെയ്യുകയാണ്. എൻ്റെ അടുത്ത് സാറ്റിൻ റിബൺ ഉള്ള കാരണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ തുണിയിൽ ആ ഒരു ചെറിയ തുണി കഷ്ണം എടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് മടക്കിയിട്ട് ഈ രീതിയിൽ വെച്ചിട്ട് ബാക്ക് സൈഡിലായിട്ട് നന്നായിട്ട് തുന്നി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇത്. ഇനി ഞാൻ ഇതിൻ്റെ നടുക്കിൽ താഴെയും മുകളിലും ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് സൈഡും നമ്മൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ തുണി യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സാറ്റിൻ റിബൺ ആയതുകൊണ്ട് ശരിയായ രീതിയിൽ നിൽക്കണില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കിലായിട്ട് ഇതുപോലെ വച്ചിട്ട് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത്, അതായത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മടക്കി ഞാനത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തുന്നി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം രീതിയിൽ തന്നെ മടക്കിയതിന് ശേഷം നമ്മളിത് ചേർത്ത് വെച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് ഭാഗം ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഈ ഒരു ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു ക്ലിപ്പാണ്. ഇതിൽ നമുക്ക് 2 രീതിയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലും താഴെയായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ എങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ ഫെവിക്വിക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് സമയം നല്ലോണം ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. അപ്പോൾ ഞാനിന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.